മഴയുള്ള ഒരു ഉച്ചനേരം മൃഷ്ടാന്ന ഭോജനവും കഴിഞ്ഞ് സുഖനിദ്രയിലേക്ക് മനസ്സ് ആഴ്ന്നിറങ്ങുമ്പോഴാണ് കർണപടങ്ങളെ തുളച്ചുകൊണ്ട് ആ മണിനാദം മുഴങ്ങിയത്. ഓ, റിട്ടണടിച്ച സാധനം എടുക്കാൻ വന്ന ഡെലിവറി ബോയ് ആവശ്യം എന്റെ ആയിപ്പോയി, അല്ലെങ്കിൽ കാണായിരുന്നു. എന്തായാലും പോയ ഉറക്കം വിമാനം കയറി അങ്ങ് രാജ്യം വിട്ടുവെന്ന് തോന്നുന്നു. ഏതായാലും ചായ കുടിക്കാം. പക്ഷേ വെറുതെ ചായ കുടിക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കില്ല. എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാലോ? ഏത് നേരത്താണാവോ ഡയറ്റ് എടുക്കാൻ തോന്നിയത്. എന്തായാലും ഹെൽത്തി ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം. കുറെ കാലമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പി ഞാൻ ഓടിച്ച് പറയാം. ആദ്യം തന്നെ 10-12 ഈത്തപ്പഴം നമുക്ക് ചൂടുപാലിൽ കുറച്ചു നേരം കുതിർക്കാൻ വെക്കാൻ. അതവിടെ കുതിർന്നോട്ടെ. കളയാനായി എന്ന് തോന്നുന്ന പഴം ഉണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കോ. മൂപ്പരാണ് ഈ റെസിപ്പിന്റെ ഹീറോ. അപ്പോൾ മൂപ്പറിന്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ച് പാളീസാക്കി വെക്കി. അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. നോട്ട് ദ പോയിന്റ്, മുട്ട മാത്രം, തോട് വേണ്ട. പിന്നെ മെൽറ്റഡ് ബട്ടർ 2 ടേബിൾ സ്പൂണും കൂടെ 1 സ്പൂൺ വാനില എസൻസും. ഇനി നന്നായി ചകചകചകാന്ന് മിക്സ് ചെയ്തു. അതങ്ങോട്ട് മാറ്റിവെച്ച് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. 1/4 കപ്പ് പൊടിച്ച ഓട്സ്, 1/2 കപ്പ് ഗോതമ്പ് മാവ്, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, പട്ട പൊടിച്ചത്. ഇനി ആർഭാടത്തിന് കുറച്ച് നട്ട്സോ ചോക്കോ ചിപ്സോ എന്തുമാവാം. അങ്ങനെ അത് ബേക്ക് ചെയ്യാൻ വെച്ച് ക്ലീനിങ് മുഖ്യം ബിഗിലേ. അതും കഴിഞ്ഞ് ചായയും വെച്ച് കഴിഞ്ഞപ്പോൾ ദാ ഹെൽത്തി ബനാന ഓട്സ് കേക്ക് റെഡി. അങ്ങനെ റിഗ്രറ്റ് ഇല്ലാതെ ചായ കുടിച്ച്. അപ്പോൾ റീല് സേവ് ആക്കിക്കോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഇൻഗ്രീഡിയൻസ് ഒക്കെ ക്യാപ്ഷനിലുണ്ടാവും.